ഇന്റഗ്രൽ 1 to 2 5x square by x square plus 4x plus 3. ഓക്കെ, ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പം ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഇന്റഗ്രലിന്റെ എക്സ്പ്രഷൻ നോക്കുക. എന്താണ് I 1/2 5x square plus 4x plus 3. അപ്പം നമ്മൾ അതിനെ എങ്ങനെയും ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം രണ്ടും സെക്കൻഡ് ഡിഗ്രി ആണ്. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയായിരിക്കും, പിന്നെ നമുക്ക് ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഇത് 5x square പ്ലസ് 0x പ്ലസ് 0 എന്നുള്ള രീതി വരും, ഡിവൈഡഡ് ബൈ 5x square പ്ലസ് 4x പ്ലസ് 3 എന്നെഴുതും. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ ലാർജസ്റ്റ് ടേമിന് ഇതിലെ ലാർജസ്റ്റ് ടേം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 5x square ബൈ, ഓക്കെ സോറി, ഇവിടെ 5x square ഇല്ല, ഇവിടെ x square ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 5x square-നെ ഈ x square വെച്ച് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യും. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും. 5x square ബൈ x square നമുക്ക് എത്ര കിട്ടും, 5 കിട്ടും. ആ ടേം ഞാൻ ഇങ്ങോട്ട് എഴുതി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, ഈ 5-നെ ഇതുമായിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് 5x square പ്ലസ് 20x പ്ലസ് 15 എന്നൊരു ടേം കിട്ടും. നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സബ്സ്ട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് സബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര കിട്ടും, ഇതിൻ്റെ മൊത്തം ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 0 കിട്ടും, മൈനസ് 20x കിട്ടും, മൈനസ് 15 കിട്ടും. ഓക്കെ, അപ്പോഴത്തേക്കും ഇനി ഇത് കൂടുതൽ ഒരിക്കലും എന്താണ്, ഇവിടെ ഫസ്റ്റ് ഡിഗ്രിയാണ്, ഇവിടെ എന്താണ് സെക്കൻഡ് ഡിഗ്രിയാണ്. ഇത് കൂടുതൽ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഇതാണ് മാക്സിമം എന്തായിട്ട് വരുന്നത്, ഡിവിഷൻ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഓക്കെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, ജസ്റ്റ് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് 5x square ഈക്വൽ ടു എന്താണ്, x square പ്ലസ് 4x പ്ലസ് 3 ടൈംസ് മൈനസ് 20x മൈനസ് 15 അത്ര മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് റിമൈൻഡർ എത്രയായിരിക്കും, സോറി, ടൈംസ് 5 കോഷ്യന്റ്, പിന്നെ എത്രയായിരിക്കും റിമൈൻഡർ. റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിട്ട് വരും, റിമൈൻഡർ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് മൈനസ് 20x പ്ലസ് 50. അതായത് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, കോഷ്യന്റ് നമുക്ക് എത്ര കിട്ടിയ കോഷ്യന്റ് എത്രയാണ് ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ എന്നിട്ട് റിമൈൻഡർ ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടും. കാരണം അതാണ് ഈ ഒരു ഡിവിഷന്റെ മീനിങ്. ഇതാണ് ഏത് കോഷ്യന്റ് ആയിട്ട് കിട്ടിയത്, ഇതാണ് ഡിവൈസർ ആയിട്ട് കിട്ടിയത്, പിന്നെ ഇതാണ് നമുക്ക് ഏതായിട്ട് കിട്ടിയത്, റിമൈൻഡർ ആയിട്ട് കിട്ടിയത്. അപ്പം ഇനി ഈ ഒരു മൊത്തം എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യാണ്. 5x square പ്ലസ് 4x പ്ലസ് 3 വെച്ച് രണ്ട് സൈഡിലും എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഏതാണ് x square പ്ലസ് 4x പ്ലസ് 3. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് x square പ്ലസ് 4x പ്ലസ് 3. കാരണം അതങ്ങ് എന്ത് ചെയ്യോളും, കട്ടായി പൊക്കോളും. x square പ്ലസ് 4x പ്ലസ് 3 ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ആയിട്ട് എത്ര കിട്ടും, 5 മൈനസ് 20x പ്ലസ് 15 ബൈ x square പ്ലസ് 4x പ്ലസ് 3. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. 5 മൈനസ് 20x പ്ലസ് 15 ബൈ x square പ്ലസ് 4x പ്ലസ് 3. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 5 മൈനസ്, അപ്പോൾ ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇന്റഗ്രൽ 1 to 5 dx മൈനസ് 20x പ്ലസ് 15 x square പ്ലസ് 4x പ്ലസ് 3 എന്ന് എഴുതും. അപ്പോൾ 5x സിമ്പിൾ ആണ്, ഇന്റഗ്രൽ 1 to 2. അപ്പോൾ ഐക്ക് വരാൻ 5 മൈനസ് ഇന്റഗ്രൽ I1 എന്ന് എഴുതി. ഇവിടെ I1 എന്ന് പറയുന്നത് എത്രയാണ്, I എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ എക്സ്പ്രഷൻ. ഓക്കെ, I1 എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇന്റഗ്രൽ നോക്കുക എത്രയാണ്, ഇന്റഗ്രൽ 1 to 2 20x പ്ലസ് 15 ബൈ x square പ്ലസ് 4x പ്ലസ് 3. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട 20x പ്ലസ് 15 ഇങ്ങനെ ഒരു ലീനിയർ ടൈം, ഇവിടെ ഒരു ഫസ്റ്റ് ഡിഗ്രി ടൈമും ഡിനോമിനേറ്റർ സെക്കൻഡ് ഡിഗ്രി ടൈം വന്നാൽ എങ്ങനെയാലും ഫസ്റ്റ് ഡിഗ്രി ടൈമിനെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് മാറ്റുക. അതുകൊണ്ടാണ് 20x പ്ലസ് 15 ഈക്വൽ ടു a ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് x square പ്ലസ് 4x പ്ലസ് 3 പ്ലസ് b എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 20x പ്ലസ് 15 വരെ എത്ര എഴുതാം, 2ax പ്ലസ് എത്രയായിരിക്കും,
2ax പിന്നെ മിച്ചം വരുന്നതെന്ന് പറയുന്നത് എത്രയായിരിക്കും 4a + b എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നോ ഇത് ആൻസർ ആണ്, ഞാൻ റിമൂവ് ചെയ്തേക്കുവാണ്. ഓക്കെ, അടുത്ത അത് നിങ്ങൾ എന്താ എന്ത് ചെയ്യുക സിംപ്ലിഫൈ ചെയ്യുക. കാരണം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ എത്ര കിട്ടും -15 കിട്ടും. ഓക്കെ, അതെങ്ങനെയായിരിക്കും കിട്ടുന്നത്? നിങ്ങൾ വെറുതെ കോഎഫിഷ്യന്റ് എന്ത് ചെയ്താൽ മതി ക്വിറ്റ് ചെയ്താൽ മതി. 20x + 15 = 2ax + 4a + b. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാകും? ഇക്വേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 20 = 2a. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ എത്ര കിട്ടും 10 കിട്ടും. അടുത്ത 15 = 4a + b. എത്ര കിട്ടും 15 = 40 + b. സോ ബിയുടെ വാല്യൂ എത്ര കിട്ടും 15 - 40 എത്ര കിട്ടും -25. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ -25 എന്ന് കിട്ടും. നമുക്ക് എൻ്റയർ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറും? ഓക്കെ, നമുക്കതിനെ എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂമറേറ്ററിൽ ഈ ഒരു എക്സ്പ്രഷൻ 20x + 15 എന്നായിട്ടുള്ള എന്ത് ചെയ്യും? അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകൂടെ എന്ത് ചെയ്യണം സിംപ്ലിഫൈ ചെയ്യണം. 20x + 15 എന്നുള്ളതിന് പകരം നമുക്ക് 10 ടൈംസ് എത്രയായിരിക്കും 2x + 4. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് എടുത്തത് 2x + 4. കാരണം എന്തുകൊണ്ടാണ് a ടൈംസ് ഡെറിവേറ്റീവ്. കാരണം ഡെറിവേറ്റീവ് x² + 4 എന്ന് പറയുന്നത് എത്ര കിട്ടും 2x + 4 കിട്ടും. അങ്ങനെയാണ് നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ടൈമിലോട്ട് കിട്ടിയത്. കാരണം a ടൈംസ് 2x + 4 + b എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 10 ടൈംസ് 2x + 4 - 25 ടൈംസ് എന്നുള്ളൊരു ടൈമിലോട്ട് കിട്ടും. ഓക്കെ, x² + 4x + 3ക്ക് പകരം നമുക്ക് എത്രയെന്ന് കിട്ടും t എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് 2x + 4ന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം dt/dx. പഴയ തന്നെ dt/dx എടുക്കുക, എന്നിട്ട് dx ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് dt/dx = 2x + 4. അപ്പോൾ dt = 2x + 4 ടൈംസ് dx എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ i1ന് പകരം നമുക്ക് എത്ര കിട്ടും 10 ടൈം dt/t -25 ടൈംസ് x² + 4x + 3ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ്പാൻഡ് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, x² + 4x + 3 കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് +3 x² + 4x 4ന്റെ ഹാഫ് അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക, എങ്കിലേ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും x² + 4x + 2² വരും 4 - 4 + 3 കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് x + 2 2 -1 എന്നൊരു ടേം കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ സിംപ്ലിഫൈ ചെയ്യുക. ഇത് 10 dt/t 10 log t എന്ന് കിട്ടും. ഇത് 25. ഇത് ഏതാണ് 1/x + 2 2 - 1² എന്ന് വരും. നമുക്ക് എത്ര കിട്ടും 1/2 log x + 2 - 1/x + 2 + 1 എന്ന് കിട്ടും. ഓക്കെ, അവിടെ ശരിക്കും ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൈമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോഴും നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, കാരണം എങ്ങനെയാണ് put u = x + 2. so du = dx. so entire question എന്തായിട്ട് മാറും du/u² - 1. ആൻസർ എത്ര കിട്ടും 1/2 log u - 1/u + 1. എന്നിട്ട് യുവിൻ്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. യുവിന് വരെ എത്രയായിട്ട് എടുക്കുക x + 2. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക 10 log x² + 4x + 3 1 to 2 മൈനസ് എത്രയായിരിക്കും 25/2 log x + 1 ടൈംസ് x + 3. കാരണം x + 2 -1 ചെയ്യുമ്പോൾ x + 1 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. 2ൻ്റെ വാല്യൂ എടുക്കുക 2² + 4 ടൈംസ് 2 + 3 15 കിട്ടും. എത്രയാണ് 4 + 8 + 3 15 കിട്ടും. 1 ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും 8 കിട്ടും.
അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 1/2 ലോഗ് എത്ര കിട്ടും? 2 ഇട്ട് കൊടുക്കുമ്പോൾ 3/5 കിട്ടും. -1/2 ലോഗ് 2/4. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 10 ലോഗ് 5 ടൈംസ് 3 -10 ലോഗ് 4 ടൈംസ് 2 -25/2 1/2 ലോഗ് 3 ലോഗ് 5 ലോഗ് 2 പ്ലസ് ലോഗ് 4 എന്ന് കിട്ടും. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ലോഗ് 5 എത്ര ടൈം ഉണ്ട്? 2 ടൈം ഉണ്ട്. സോ 10 + 25/2 ലോഗ് 2. ലോഗ് 4 വരുന്ന എത്ര ടൈം ഉണ്ട്? അതായത് 10 ലോഗ് 5 ഈ ലോഗ് 5 കൂടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇത് -10 ലോഗ് 4. ഇവിടെ ഒരു ലോഗ് 4 ഉണ്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ലോഗ് 3, ഇതാണ് ലോഗ് 3, ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൗ ഓക്കെ, അത്രയും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 10 + 25/2 ലോഗ് 5. ലോഗ് 4ൻ്റെ ടൈം 10 വരും. ഇവിടുത്തെ എത്ര കിട്ടും? -25/2. അടുത്ത ലോഗ് 3യുടെ 10 വരും, -25/2. അതുപോലെ ലോഗ് 2 പോലെ തന്നെ എത്ര കിട്ടും? -10 വരും, -25/2. സിംപ്ലിഫൈ ചെയ്യുക. 45/2 ലോഗ് 5 -45/2 ലോഗ് 4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20 - 25 -5/2 + 5/2 ലോഗ് 2 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 45/2 ലോഗ് 5/4, കാരണം കോഷ്യൻ്റ് സെയിം ആണ്. -5/2 ലോഗ് 3/2. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ മൈനസ് വെളിയിലെടുക്കുക. വെളിയിലെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ലോഗ് 2 ഡിനോമിനേറ്ററിലോട്ട് വരും. കാരണം ഇവിടെ മൈനസ് കോമൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, കാരണം ഇത് മൈനസ് ഓഫ് ഈ ഒരു ടൈം വരുമ്പോഴത്തേക്കും, ഈ ഒരു 2 ടൈം വരുമ്പോഴത്തേക്കും -5/2 ടൈംസ് ലോഗ് 3 - ലോഗ് 2. കാരണം മൈനസ് വെളിയിലെടുക്കുമ്പോൾ പ്ലസ് ലോഗ് 2 - ലോഗ് 2 ആവും. അതെന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 5 വീണ്ടും ഒരു 5/2 വെളിയിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും.